ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഓണത്തിനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന ഇൻവിസിബിൾ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മെറ്റീരിയൽസ് ഒന്ന് കാണാം. ഈ കാണുന്നതാണ് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്. പിന്നെ നമ്മളുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളുത്തുകൾ വേണം. അതുപോലെ തന്നെ ഐ പിൻസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ലോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസേജ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഇതാണ് ചെയിൻ്റെ ബാക്കിലെ പോർഷനിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വട്ടക്കണ്ണികൾ. ഇതൊരു പാക്കറ്റിന് 20 രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്നതാണ് പ്ലെയർ. നോർമലി നമ്മളുടെ ബീഡ്സ് എല്ലാം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻവിസിബിൾ ചെയിന് വേണ്ടിയിട്ട് B7000 എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൂ തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടിപൊളിയാണ്. ദെൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗിയർ വയറും പിന്നെ ഈ ഒരു OHP ഷീറ്റും. അപ്പോൾ നമ്മളുടെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ OHP ഷീറ്റ് ഇതുപോലെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഗ്ലൂ തേച്ചിട്ട് ഇതേപോലത്തെ കുന്തൻ സ്റ്റോൺസ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ലോട്ടസ് ഷേപ്പിലാണ് ചെയ്തെടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ഈ ഒരു പെൻഡന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 റെഡ് ഓർ പിങ്ക് കളർ മുകളിലായിട്ടും 2 ഗ്രീൻ കളേഴ്സ് ഇതേപോലെ താഴെയായിട്ടും കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടി വീണ്ടും ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ 2 എണ്ണം ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ബീഡ്സും ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാൻ ഇതേപോലത്തെ ഒരു 5 ലോട്ടസ് പെൻഡൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ റെഡ് കളറിൽ ഒരു 3 എണ്ണം കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെൻഡൻസ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ആ ഷീറ്റിൽ നിന്ന് ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ എൻ്റെ കയ്യിൽ നോർമലി ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കത്രികയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സിസേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സംഭവം ഭയങ്കര ഈസി ആയിരിക്കും. ഇനി നമ്മുടെ പെൻഡൻസിൻ്റെ കൊളുത്തിന് വേണ്ടിയിട്ട് ഐ പിൻസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഈ കാണുന്നതാണ് കുങ്കുരു ബീഡ്സ്. ഇനി ഇതുപോലെ ഒരു ഐ പിൻ എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 5 കുങ്കുരൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഒരു 3-4 കളർ കുന്തൻ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വെറൈറ്റി ആയിട്ടുള്ള പെൻഡൻസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഐഡിയാസിനനുസരിച്ച് നമുക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ചെയ്തെടുത്തിട്ടുള്ള കുങ്കുരുവിൻ്റെ ഹാങ്ങിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെൻഡൻറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലോട്ടസിന് വേണ്ടിയിട്ടാണ് ഈ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗിയർ വയർ എടുക്കണം. ഗിയർ വയറിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക മെഷർമെൻ്റ് ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മാല എടുത്തു, അതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കുറച്ച് ഗിയർ ലോക്സും അതേപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും എടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ഗിയർ വയറിലേക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക്, ദെൻ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പെൻഡൻറ്റ്, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, ദെൻ ഒരു ഗിയർ ലോക്ക്. ഈ ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 3 വട്ടം ചെയ്തെടുക്കുന്നുണ്ട്. അതായത് 3 പെൻഡൻറ്റ്സ് ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 3 എണ്ണം കോർത്തെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഏത് ഡിസ്റ്റൻസിലാണോ നമുക്ക് വേണ്ടത് അതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ നമ്മളുടെ ഗിയർ ലോക്സ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കും. ഞാനിവിടെ എൻ്റെ ഒരു 3 വിരലിൻ്റെ അകലം ആ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ ഓരോ പെൻഡൻസും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് വെച്ച് നോക്കിയായിരുന്നു കേട്ടോ, കറക്റ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരം അറ്റത്തെ 2 പെൻഡൻസും കൂടി ഇങ്ങനെ ഗിയർ ലോക്കുകൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ടൈറ്റൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി
നമ്മളുടെ മാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊളുത്തൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ എഡ്ജസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ മുകളിലെ പോർഷനും കൂടി വീഡിയോയിൽ കവർ ആവുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 വട്ടക്കണ്ണികൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് അനുസരിച്ച്, അതായത് നമ്മൾ ചെയിൻ്റെ ലെങ്ത് അനുസരിച്ച് വട്ടക്കണ്ണികളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വളച്ച് വെച്ചിരിക്കുന്ന ഗിയർ വയറിൻ്റെ അറ്റം ഒന്ന് ഗിയർ ലോക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് വട്ടക്കണ്ണികളൊന്ന് കൊളുത്തിയെടുക്കണം. ഫൈനലി ഇതേപോലെ ഒരു എസ്കോളത്തും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവിസിബിൾ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.